Good morning. Welcome back to my video class. ഈ ചാപ്റ്ററിലെ ഫോർത്ത് ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എങ്ങനെ അപ്ലിക്കേഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുക, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഫോം ചെയ്യിപ്പിക്കാൻ എന്താണ് ചെയ്യുക. ബുക്കിൽ തന്നെ ഫസ്റ്റത്തെ ഹെഡിങ് ആണ് സ്ക്വയർ പ്രോബ്ലം. അപ്പോൾ സ്ക്വയർ പ്രോബ്ലം എന്ന് കേട്ടാൽ തന്നെ അറിയാം നമ്മുടെ പ്രോബ്ലത്തിൽ സ്ക്വയർ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ സ്ക്വയർ ചെയ്യാൻ എളുപ്പ മെത്തേഡ് പറഞ്ഞിരുന്നു. a+b ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് ചെയ്യാം, a-b ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചോ എങ്ങനെയും ചെയ്യാം. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 10th എത്തിക്കഴിഞ്ഞത് കൊണ്ട് ഫസ്റ്റ് ടേമിനെ സ്ക്വയർ ചെയ്യുക, 2 ടേംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡബിൾ എടുക്കുക പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ, അങ്ങനെ അത് പറഞ്ഞ് റെഡിയാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്, എക്സാമ്പിളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പിടിച്ചാൽ നമുക്ക് എക്സസൈസിലത്തെ 2 or 3 ക്വസ്റ്റ്യൻസ് അതുപോലെ ചെയ്യാം. അതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഭാഗത്തുനിന്ന് വരാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഇക്വേഷൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഉണ്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ. ആ സ്ക്വയറിൻ്റെ ഓരോ സൈഡും 1 മീറ്റർ ഇൻക്രീസ് ചെയ്തു. ദ പെരിമീറ്റർ ബിക്കം 36 മീറ്റർ. പെരിമീറ്റർ എന്തായി മാറിയിട്ടുണ്ട്, 36 മീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ. ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡാണ് നമുക്ക്. അപ്പോൾ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കുക. ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ അറിയാത്ത കാര്യം എന്താ, ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡാണ് അറിയാത്തത്. അപ്പം ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ എന്താണ് എഴുതേണ്ടത്, ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ. ലെങ്ത് ഓഫ് ദ സൈഡ് of original square equal to x എന്നെടുത്തു. അതാണ് നമുക്കറിയാത്തത്. ഇതിൻ്റെ സൈഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എത്ര മീറ്ററാണ് ഇൻക്രീസ് ചെയ്തത്, 1 മീറ്റർ ഇൻക്രീസ് ചെയ്തു. ഈ സൈഡ് 2 സൈഡും 1 മീറ്റർ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു സ്ക്വയർ 1 മീറ്റർ ആണ് ഇൻക്രീസ് ചെയ്ത്. ഇൻക്രീസ് ചെയ്താൽ സൈഡ് എന്തായി മാറും, സൈഡ് എത്രയും മാറും, x+1 ആയി മാറും. സൈഡ് ഇൻക്രീസ് ചെയ്താൽ x+1. ഇനി ക്വസ്റ്റ്യനിൽ തന്നത് പെരിമീറ്റർ ബിക്കം, പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ, പെരിമീറ്റർ കാണാനുള്ള സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള 4 ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ 4a. പെരിമീറ്റർ കാണാൻ ഇക്വേഷനാണ് 4a. അപ്പോൾ സൈഡ് നമ്മൾ a ആയിട്ട് എടുക്കുക. അത് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 36 ആണ് തന്നിട്ട്. എത്രയാണ്, 4 ആണ്. 4 ഇൻറ്റു x+1 ഈക്വൽ ടു 36. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലിക്കേഷനാണ്. സിംപ്ലിക്കേഷൻ ഫോമായി ഇൻറ്റു അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ട്രാൻസ്പോസ് ഡിവിഷനാണ്, അഡീഷൻ്റെ ട്രാൻസ്പോസ് മൈനസ് ആണ്. അത് ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. മൈനസ് ആണെങ്കിൽ ട്രാൻസ്പോസ് പ്ലസ്, ഡിവിഷൻ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്തായി മാറും, മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. ഇതാണ് നമ്മുടെ ട്രാൻസ്പോസ്, അതായത് ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെയ്യുന്നത്. സ്ക്വയർ ആണെങ്കിൽ റൂട്ട്, സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, റൂട്ട് എടുക്കുക. റൂട്ട് ആണെങ്കിൽ സ്ക്വയർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാറ്. 4 ഇൻറ്റു 4 ആയതുകൊണ്ട് അങ്ങോട്ട് വരുമ്പോൾ എന്തായി വരും, ഡിവൈഡഡ് ബൈ 4. x+1 ഈക്വൽ ടു 9 വരും. എക്സ് ഈക്വൽ ടു 9 മൈനസ് 1 8. നമ്മുടെ ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ് വരിക, സൈഡ് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒറിജിനൽ സൈഡ് എന്തായിരിക്കും, 8 മീറ്റർ. ഇത് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്തിട്ടില്ല. ഇതുപോലെയുള്ള അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച്
സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത് സിമ്പിളായിട്ടുള്ള ഒരു പെരിമീറ്റർ വെച്ചിട്ടാണ്. പെരിമീറ്റർ വെച്ചിട്ടായാലും ഏരിയ, ഇവിടെ ഏരിയ ആണ് തന്നത് 36 എങ്കിൽ എ സ്ക്വയർ, അപ്പോൾ x+1 ഹോൾ സ്ക്വയർ = 36 വരും. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നു നമുക്ക് ഏരിയ ആണ് വിചാരിക്കാം 36, പെരിമീറ്റർ തന്നാൽ ഇങ്ങനെ. അപ്പോൾ ഏരിയ ആയിരുന്നു തന്നതെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏരിയ ആണ് തന്നതെങ്കിൽ സൈഡ് ഏരിയ കാണാൻ ലൊക്കേഷൻ a² = 36 ആണ്. എ ഇവിടെ നമുക്ക് x+1 ഹോൾ സ്ക്വയർ = 36 ആണ്. എന്താണ് സ്ക്വയറിൻ്റെ ട്രാൻസ്പോസ് എന്താ പറഞ്ഞത്? റൂട്ടാണ്. x+1 = √36. √36 ആണ്. x+1 36ന്റെ റൂട്ട് 6. അങ്ങനെയാണെങ്കിൽ x = 6 +1 അങ്ങോട്ട് ഉണ്ടാകുമ്പോൾ -1. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഏരിയ 36 തന്നാലും നമുക്ക് സൈഡ് കാണാം, പെരിമീറ്റർ 36 തരാണ്. ഇത് ഞാനൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആക്കിയിട്ടാണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആക്കിയില്ല. എന്ത് ചെയ്യാണ്? ലെങ്ത് ഓഫ് ദ സൈഡ് ഇൻക്രീസ്ഡ് 1 മീറ്റർ, ഏരിയ ബിക്കം 36, ഫൈൻഡ് ദ ഒറിജിനൽ സൈഡ്. ഇത് പെരിമീറ്റർ ആയിട്ട് തരുമ്പോൾ ഒറിജിനൽ സൈഡ് 8 ആവും. ഏരിയ തരികയാണെങ്കിൽ 36 എങ്കിൽ അതിൻ്റെ ഒറിജിനൽ സൈഡ് എത്ര വരിക? 5 ആണ്. 5 ഇവിടെ വരും. 5 + 1 6 ആവും. 6 × 6 36. അപ്പോൾ ഒറിജിനൽ സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പെരിമീറ്റർ ആയിരുന്നു തന്നു. അപ്പോൾ പെരിമീറ്റർ ആകുമ്പോൾ ഒറിജിനൽ സ്ക്വയർഡ് എക്സ് ആയിട്ട് എടുക്കുക, സൈഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ x+1 ആയി. അപ്പോൾ പെരിമീറ്റർ കാണാൻ ലൊക്കേഷനിൽ കൊടുത്തു, 36 തന്നു. ഇനി നിങ്ങളുടെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് ചെയ്യും. x+1ന്റെ സ്ക്വയർ 36 ആണെങ്കിൽ x+1ന് 2 വാല്യൂസ് ആവാം, +6 ആവാം, -6 ആവാം. അപ്പോൾ 36ന് നമുക്ക് ഇവിടെ സ്ക്വയർ 36 വരികയാണെങ്കിൽ ഓരോന്നും എന്താവാം? പ്ലസ് നമ്പർ. അതായത് 6ന്റെ സ്ക്വയർ ചെയ്യുമ്പോഴും 36 വരാം, -6ന്റെ സ്ക്വയറും 36 വരാം. അപ്പോൾ 36ന് റൂട്ട് നമുക്ക് +6ഉം -6ഉം എടുത്ത് ചെയ്യാം. അങ്ങനെ 2 വാല്യൂ എടുത്ത് ചെയ്യണം ഇപ്പം 10th. ഇപ്പോൾ ഫസ്റ്റ് എക്സസൈസിൽ നമുക്ക് ഒരു വാല്യൂ എടുത്ത് കണ്ടുപിടിച്ചാൽ മതി. കാരണം അധിക ക്വസ്റ്റ്യനും ലെങ്ത്താണ് കാണാനുള്ളത്. ലെങ്ത്ത് കാണുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സ് യൂസ് ചെയ്യില്ല, പോസിറ്റീവായി ഉപയോഗിക്കുള്ളൂ. അതേമാതിരി നാച്ചുറൽ നമ്പേഴ്സ് ചോദിക്കുമ്പോഴും പോസിറ്റീവേ ഉപയോഗിക്കുള്ളൂ. കാരണം നാച്ചുറൽ നമ്പേഴ്സ് എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 2, 3 ആണ്. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ചില റുപ്പീസ് ചോദിക്കുമ്പോഴും നമ്പർ ഓഫ് ടേംസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒക്കെ പോസിറ്റീവേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ കേസിലൊക്കെ എന്ത് ചെയ്യുക? എക്സിന് 2 വാല്യൂസ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്ത് ചെയ്താൽ മതി. അത് നോട്ട് ചെയ്യുക. ലെങ്ത്ത്, റുപ്പീസിൻ്റെ കേസ്, പിന്നെ നാച്ചുറൽ നമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ. പേജ് നമ്പർ 81 ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഡിഗ്രിയിൽ ഫസ്റ്റത്തെ എക്സസൈസത്തെ ക്വസ്റ്റ്യനാണ്. ദീസ് പ്രോബ്ലം ഓൾജിബ്ര ഓർ അതർവൈസ്, ഓൾജിബ്ര യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ മൈൻഡ്ലി യൂസ് ചെയ്യാം. നമുക്ക് ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ഓൾജിബ്ര യൂസ് ചെയ്ത് ചെയ്യാനാണ്. അപ്പോൾ ഈ ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സ്പീഡാകാൻ പറ്റും. കാരണം ഓൾജിബ്രയിൽ പ്രാക്ടീസ് ആവാം. ചെറിയ ക്ലാസ്സിൽ നിന്നേ നിങ്ങൾക്ക് ഓൾജിബ്ര കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആൾജിബ്ര കേൾക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. എക്സും വൈയും ഒക്കെ കാണും, കൺഫ്യൂഷൻ മാറ്റാൻ. നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഓൾജിബ്രയിലേക്ക് ചെയ്യുമ്പോൾ അത് ഇൻട്രസ്റ്റ് വരും, ചെയ്യാൻ നമുക്ക് താല്പര്യം കിട്ടും. എല്ലാം നിങ്ങൾ മടി കാണിച്ചാൽ ഓൾജിബ്ര അല്ലെങ്കിൽ ആൾജിബ്ര നിങ്ങൾ എക്സും വൈയും ഉപയോഗിച്ച് ചെയ്യുന്നത് എനിക്കറിയില്ല, പ്രയാസമാണ്, എനിക്കത് കാണുമ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കാതെ അതിന് പ്രാധാന്യം കൊടുക്കുക. എപ്പോഴും സിമ്പിളായിട്ട് ചെയ്യാൻ നിങ്ങൾ ആൾജിബ്ര ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ക്വസ്റ്റ്യനാണ്, വെൻ സൈഡ് ഓഫ് എ സ്ക്വയർ ആർ റെഡ്യൂസ്ഡ് ബൈ 2 മീറ്റർ. നേരത്തെ എന്തായിരുന്നു? ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ ആണ്. ഇവിടെ സൈഡ് എന്ത് ചെയ്തു? റെഡ്യൂസ്ഡ് ബൈ 2 മീറ്റർ. ദ ഏരിയ ബിക്കം 49 സ്ക്വയർ മീറ്റർ. ഇവിടെ നിങ്ങൾക്ക് ഏരിയ എന്താണ്? ഏരിയ 49 സ്ക്വയർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ? അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ് അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഏതിൻ്റെ? ഒറിജിനൽ. അതാണ് അൺനോൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എന്താണോ കാണേണ്ടത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് അൺനോൺ ആയ വേരിയബിൾ.
അപ്പോൾ അത് നിങ്ങൾ എഴുതുക. ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ, ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ എന്തായിട്ട് എടുക്കുക? എക്സ്. ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ എന്തായിട്ട് എടുക്കുക? എക്സ്. ഇവിടെ ഫിഗർ വരച്ചു നോക്കാം. നമ്മുടെ ഒരു സ്ക്വയർ ആയിരുന്നു. ആ സ്ക്വയറിൻ്റെ ലെങ്ത് ഒറിജിനൽ സൈഡ് എക്സ് ആക്കി എടുത്തു. അതായത് 2 മീറ്റർ റെഡ്യൂസ് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 മീറ്ററും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 മീറ്ററും റെഡ്യൂസ് ചെയ്തപ്പോൾ ഒരു സ്ക്വയർ കിട്ടി. ഇതിൻ്റെ ഏരിയ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 49 ആണ്. അപ്പോൾ ആ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡ് കിട്ടിയത് നമുക്ക് ഏരിയ കാണാം. സൈഡിൻ്റെ സ്ക്വയറാണ് ഏരിയ. ഏരിയ കാണാൻ ഇക്വേഷൻ അറിയാം. എ സ്ക്വയർ ആണ്. അപ്പോൾ എ കിട്ടിയാൽ മതി. എ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാം? ഇതുവരെ എക്സ് ആയിരുന്നു, ഇവിടെ 2 ആണ്. അപ്പോൾ ബാക്കിയുള്ള ഈ ബാലൻസ് വരുന്നത് എന്താ വരിക? എക്സ് മൈനസ് 2. ടോട്ടൽ എക്സ് ആയിരുന്നു, അതിൽ 2 മീറ്റർ റെഡ്യൂസ് ചെയ്തു. എന്തായി മാറി? സൈഡ് എത്രയായി മാറും? എക്സ് മൈനസ് 2 ആയി മാറും. ഇനി നിങ്ങൾക്ക് ഏരിയ കാണാൻ ഇക്വേഷനിൽ ഏരിയ എത്രയും തന്നിട്ടുണ്ട്? 49 തന്നിട്ടുണ്ട്. നല്ല ശ്രദ്ധിക്കുക. ഏരിയ കാണാൻ ഇക്വേഷൻ അറിയണം. എ സ്ക്വയർ ആണ്, 49 ആണ്. ആ എ എത്രയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് റെഡ്യൂസ് ചെയ്തപ്പോൾ. എ എത്രയാ? എക്സ് മൈനസ് 2. ഹോൾ സ്ക്വയറിൻ്റെ ട്രാൻസ്പോസ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക? റൂട്ടാണ് വരിക. എക്സ് മൈനസ് 2 റൂട്ട് 49. എക്സ് മൈനസ് 2 49 റൂട്ട് പ്ലസ് ഓർ മൈനസ് എഴുതാം. +7 എഴുതാം, -7. കാരണം +7ൻ്റെ സ്ക്വയറും 49 വരും, -7ൻ്റെ സ്ക്വയറും 49 വരും. തൽക്കാലം പോസിറ്റീവ് മാത്രം എടുത്തു. കാരണം സൈഡാണ് ചോദിച്ചത്, അപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. എക്സ് ഈക്വൽ ടു 7 -2 ട്രാൻസ്പോസ് എന്താണ് അങ്ങോട്ട് കൊണ്ടുപോയി എന്താ വരിക? +2. -2നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ +2 വരും. 9. ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ ഒറിജിനൽ സ്ക്വയർ എത്ര വരിക? 9 മീറ്റർ. ക്വസ്റ്റ്യനിൽ ഏരിയ മീറ്റർ സ്ക്വയർ ആണ് തന്നെങ്കിൽ സൈഡ് എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫ്രീ ആവുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? സൈഡ് റിഡ്യൂസ്ഡ് ബൈ 3 നോക്കാം. ഏരിയ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്ക്വയർ കാണാൻ പറ്റുന്ന 81 100 കൊടുക്കുക. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഇതങ്ങോട്ട് ലെവലാവുന്ന രീതിയിൽ 3 4 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് സൈഡ് ഒറിജിനൽ സൈഡ് എക്സ് ആക്കി എടുക്കുക. റിഡ്യൂസ്ഡ് ബൈ 2 3 4 ആക്കാം. ഏരിയൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏരിയ എപ്പോഴും എന്താണ്? ഏരിയൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ റൂട്ട് കാണാൻ പറ്റുന്ന നമ്പർ ഏതാ? 16 ആവാം, 25 ആവാം, 81 ആവാം, 64, 100 അങ്ങനെയുള്ള നമ്പർ വെച്ചിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക, പഠിച്ചെടുത്ത് പോവാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചെടുത്ത് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡാണ്. ക്വസ്റ്റ്യൻ: എ സ്ക്വയർ ഗ്രൗണ്ട് ഹാസ് എ 2 മീറ്റർ വൈഡ് പാത്ത്. ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്. നിങ്ങൾക്കറിയാം ഗ്രൗണ്ട് സ്ക്വയറിലാണ് ഉണ്ടാക്കിയെങ്കിൽ അതിന് ചുറ്റും ഒരു പാത്ത് നിൽക്കുന്നുണ്ട്. ആ പാത്ത് എത്ര മീറ്റർ വൈഡിലാണ് ഉണ്ടാക്കിയത്? 2 മീറ്റർ വൈഡ് എന്ന് പറഞ്ഞു. ഓൾ അറൗണ്ട് ഇറ്റ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പാത്ത്. ആ ഗ്രൗണ്ടും പാത്തും കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 1225 സ്ക്വയർ മീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് അലോൺ? ഏരിയ നമുക്ക് ഏതിൻ്റെ ഏരിയ മാത്രം കാണണം? ഗ്രൗണ്ടിൻ്റെ ടോട്ടലാണ് തന്നിരുന്നത്. ഇനി ഏരിയൻ്റെ ഗ്രൗണ്ട്, ഏരിയ ഓഫ് ഗ്രൗണ്ട് കാണണം. ഒരു ഗ്രൗണ്ട് ഉണ്ട്, സ്ക്വയർ മീറ്റർ ഷേപ്പിലാണ്. അതിന് ചുറ്റും 2 മീറ്റർ വൈഡിൽ ഒരു പാതാണ്. അറൗണ്ട് എ പാത്ത് ഗ്രൗണ്ട് 2 മീറ്റർ. അപ്പോൾ നമുക്കിവിടെ എടുക്കേണ്ടത് സ്ക്വയർ ഗ്രൗണ്ടിൻ്റെ സൈഡ്, ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ ഗ്രൗണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് സ്ക്വയർ ഗ്രൗണ്ട് എക്സ് ആണ്. അതാണ് അറിയാത്തത്. 2 മീറ്റർ വൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ തന്നിട്ടുണ്ട്.
1225. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് മാത്രം കാണണം ചെയ്യാം. നമുക്കറിയാം ചെറു ക്ലാസ്സിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? ഈ സ്ക്വയറിൻ്റെ ഏരിയ കാണും. ഇതിൻ്റെ ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ ഏരിയ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യണം. പക്ഷെ ഇവിടെ നമുക്ക് ആ ഏരിയ തന്നിട്ടില്ല, ഇവിടെ അൺനോൺ ആണ്. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചെന്നെ വേണം. അപ്പം നമുക്ക് ഏതായിട്ട് എടുക്കാം? ലെങ്ത് ഓഫ് സൈഡ്, ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ, ഗ്രൗണ്ട് എക്സ് ആക്കി. Length of the square of ground and path. ഇത് ടോട്ടൽ എത്രയും മാറും? ലെങ്ത് ഇവിടെ എക്സ് ആണ്. 2 മീറ്റർ വൈഡ് രണ്ട് ഭാഗത്തുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 2 പ്ലസ് 2 എക്സ് പ്ലസ് 4 ആവും. ഗ്രൗണ്ടും പാത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് എക്സ് പ്ലസ് 4 ആവും. അപ്പോൾ ലെങ്ത് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പാത്ത്, അങ്ങനെ പറഞ്ഞാൽ ഗ്രൗണ്ട് ആൻഡ് പാത്ത് ഓഫ് ദ സ്ക്വയർ എന്നൊക്കെ ഉണ്ട്. സ്ക്വയർ സൈഡ് എക്സ് പ്ലസ് 2 പ്ലസ് 2 ആണ് 4. ആ ഗ്രൗണ്ടും പാത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്ത ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണ്? 1220. സൈഡ് എക്സ് പ്ലസ് 4 ആണെങ്കിൽ ഏരിയ എന്താ? എ സ്ക്വയർ ആണ്. 1220. അത് നിങ്ങൾക്ക് എക്സ് പ്ലസ് 4 കാണാം. എക്സ് പ്ലസ് 4 എത്രയായിരിക്കും? √1220. ഇത് സൈഡ് ആയതുകൊണ്ട് ലെങ്ത് ചോദിച്ചതുകൊണ്ട് നെഗറ്റീവ് വേണ്ട, പോസിറ്റീവ് മാത്രം എടുക്കാം. ഇത് ഏതിൻ്റെ റൂട്ടാണ്? നിങ്ങൾക്ക് ഈസി മെത്തേഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. 25ൻ്റെ റൂട്ട് 5 ആണ്. 12 കിട്ടുന്ന നിയറസ്റ്റ് ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3ഉം 4ഉം ആണ്. 3 4s are 12 ആണ്. അപ്പോൾ നിങ്ങൾ 3 ചെയ്യും. 3 4s are 12. അപ്പോൾ 35 ആണ് ഇതിൻ്റെ ആൻസർ. സ്ക്വയർ റൂട്ട് 3 4s are 12 ആണ്. അതിൽ സ്മോളസ്റ്റ് ആയ നമ്പർ എടുക്കുക, 3 എടുക്കുക, 35. അല്ലെങ്കിൽ കണ്ടുപിടിക്കുക സ്ക്വയർ റൂട്ട്. എക്സ് പ്ലസ് 4 ആണ്. എക്സ് ഈക്വൽ ടു 35 പ്ലസ് 4ൻ്റെ ട്രാൻസ്പോസ് മൈനസ് ചെയ്ത -4 ആവും. 35ന്ന് 4 മൈനസ് ചെയ്ത് 31 കിട്ടും. ഇപ്പം സൈഡ് കിട്ടി. ഇതിൻ്റെ സൈഡ് കിട്ടി. നമ്മളോട് എന്താ ചോദിച്ചത്? ഗ്രൗണ്ടിൻ്റെ ഏരിയ ചോദിച്ചിട്ടുണ്ട്. പാത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത വെറും ആ ഗ്രൗണ്ട്, ഏരിയ ഓഫ് ഗ്രൗണ്ട്. ഏരിയ ഓഫ് ഗ്രൗണ്ട് എന്തായിരിക്കും? സൈഡിൻ്റെ സ്ക്വയർ. ഇവിടെ എത്രയാണ്? 31 സ്ക്വയർ. 31ൻ്റെ സ്ക്വയർ 961 മീറ്റർ സ്ക്വയർ. 31നെ 31 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? 361. 961. 31ൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് 31നെ 31 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടും? 961 മീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ കുറേ സമയമെടുത്ത് സാവധാനം, സൈഡ് എക്സ് ആയിരുന്നു, 2 മീറ്റർ വൈഡിൽ പാത്ത് ഉണ്ടാക്കി. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ലെങ്ത്ത് നീളം കൂടി. എക്സ് പ്ലസ് 2 പ്ലസ് 2 ആണ്. എക്സ് പ്ലസ് 4 ആണ്. സൈഡ് കിട്ടി, ഏരിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ സൈഡിൻ്റെ സ്ക്വയർ ആണ് ഏരിയ. അതിൽ സൈഡ് കണ്ടുപിടിക്കുക. എക്സ് കിട്ടും. എക്സ് കിട്ടി നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഏരിയ കാണാം. ഗ്രൗണ്ടിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? സൈഡ് സ്ക്വയർ ചെയ്താൽ മതി. 31ൻ്റെ സ്ക്വയർ ആണ് 961. ഓക്കെ.